പശ്ചിമേഷ്യൻ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി സാധ്യമായ എല്ലാ പിന്തുണയും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് UAEയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പെട്രോളിയം ശേഖരണത്തിനായുള്ള ധാരണാപത്രത്തിലും ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് വിതരണത്തിനുള്ള കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇന്ത്യയിൽ $5 ബില്യൺ നിക്ഷേപം നടത്തുമെന്ന് UAE പ്രഖ്യാപിച്ചു. UAEയും യൂറോപ്പും ഉൾപ്പെടുന്ന 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി എത്തിയത്. അബുദാബി പ്രസിഡൻഷ്യൽ വിമാനത്താവളത്തിലെത്തിയ നരേന്ദ്രമോദിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരിട്ടെത്തി സ്വീകരിച്ചു. പ്രോട്ടോകോളിന്റെ ഭാഗമായി UAEയുടെ F-16 യുദ്ധവിമാനങ്ങൾ പ്രധാനമന്ത്രിയുടെ വിമാനത്തിന് ആകാശത്ത് അകമ്പടി സേവിച്ചു. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തിയ മോദി പശ്ചിമേഷ്യൻ യുദ്ധത്തിനിടയിൽ UAEക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി സാധ്യമായ എല്ലാ പിന്തുണയും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. सराहनीय है। राष्ट्रीय एकता, सुरक्षा और क्षेत्रीय अखंडता को बनाए रखने आपके नेतृत्व में उठाए गए कदमों का हम अभिनंदन करते हैं. വിപുലമായ കരാറുകൾക്കും മോദിയുടെ സന്ദർശനം വഴിയൊരുക്കി. ഇന്ത്യയുടെ പെട്രോളിയം ശേഖരത്തിൽ UAEയുടെ പങ്കാളിത്തം 30 ദശലക്ഷം ബാരലായി ഉയർത്താൻ എഡിനോക്കും ഇന്ത്യയുടെ ISPRലും തമ്മിൽ കരാർ ഒപ്പിട്ടു. വ്യവസായ സഹകരണം, സമുദ്ര സുരക്ഷ, സൈബർ പ്രതിരോധ പങ്കാളിത്തം എന്നിവയിൽ ഇരു രാജ്യങ്ങളും ധാരണാപത്രം കൈമാറി. ഇന്ത്യയിൽ $5 ബില്യൺ നിക്ഷേപം UAE പ്രഖ്യാപിച്ചു. കൂടിക്കാഴ്ചയ്ക്കിടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സെറിബ്രാസ് ചിപ്പ് സമ്മാനിച്ചു. ഇന്ത്യയുടെ AI മിഷന്റെ ഭാഗമായി നിർമ്മിക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടിംഗ് സൗകര്യത്തിൽ ഈ ചിപ്പുകൾ ഉപയോഗിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനായി മൈത്രി വെർച്വൽ ട്രേഡ് കോറിഡോറിനും തുടക്കമിട്ടു. സന്ദർശനത്തിനൊടുവിൽ പ്രധാനമന്ത്രി UAE പ്രസിഡന്റിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അബുദാബി സന്ദർശനത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനങ്ങളുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, അമൃത TV.